Welcome to BioGlow. If you like this channel, please share and subscribe. Today we are going to discuss about definitions in medical microbiology. Myself Mohammad Jasil, Assistant Professor, Department of Microbiology, Marcus Arts and Science College, Advanad. What are the definitions in medical microbiology? Minimal infectious dose or MID. It is the smallest quantity of infectious material that regularly produces an infections. അപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സിലബസിൽ പഠിക്കാനുള്ളതാണ് MID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമൽ ഇൻഫെക്ഷ്യസ് ഡോസ്. അതായത് ദ സ്മോളസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽ ദാറ്റ് റെഗുലർലി പ്രൊഡ്യൂസസ് ഇൻഫെക്ഷൻസ്. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട സ്മോളസ്റ്റ് ക്വാണ്ടിറ്റി എന്തിൻ്റെ ഇൻഫെക്ഷ്യസ് മെറ്റീരിയലിൻ്റെ സ്മോളസ്റ്റ് ക്വാണ്ടിറ്റി ദാറ്റ് റെഗുലർലി പ്രൊഡ്യൂസസ് ആൻ ഇൻഫെക്ഷൻ ദാറ്റ് ഈസ് നോൺ ആസ് മിനിമൽ ഇൻഫെക്ഷ്യസ് ഡോസ്. ദ സെക്കൻഡ് പോയിന്റ് ദ ഇൻഫെക്റ്റീവ് ഡോസ് ഓർ ID50. അടുത്ത ഡെഫിനിഷനായിട്ട് നമ്മൾ സിലബസിലുള്ളതാണ് ഇൻഫെക്റ്റീവ് ഡോസ് ഓർ ID50. It is the estimated number of organisms or virus particles required to produce infection in 50% of normal adult humans exposed by a given route. അപ്പോൾ എന്താ പറഞ്ഞത്, ഇൻഫെക്റ്റീവ് ഡോസ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഇൻഫെക്ഷൻ 50% ഓഫ് നോർമൽ അഡൽട്ട് ഹ്യൂമൻ. അപ്പോൾ 50% ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ വേണ്ട എന്താണ് പാർട്ടിക്കിളിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് നമ്പർ ഓഫ് ഓർഗാനിസംസ് ഓർ വൈറസ് പാർട്ടിക്കിൾ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഇൻഫെക്ഷൻ ഇൻ 50% ഓഫ് നോർമൽ അഡൽട്ട് ഹ്യൂമൻ എക്സ്പോസ്ഡ് ബൈ എ ഗിവൺ റൂട്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ദ ഓർഗാനിസംസ് ഇൻക്ലൂഡ് എസ്ക്രീഷ്യ കോളി ആൻഡ് ഷിഗല്ല ആൻഡ് ദ സിസ്റ്റ് ഫോംസ് ഓഫ് സർട്ടൻ പാരസൈറ്റ്സ് ഇൻക്ലൂഡിംഗ് Cryptosporidium, Giardia lamblia, Anamoeba histolytica, and norovirus. Next definition ആയിട്ട് നമ്മൾ പറയുന്നത് MLD, minimum lethal dose. The smallest quantity of a toxic substance or infectious agent that is found to be lethal. അപ്പോൾ ഒരു ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ട സ്മോളസ്റ്റ് ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എന്താ പറയുക മിനിമം ലീതൽ ഡോസ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഡസ് LD50 മീൻ? LD സ്റ്റാൻഡ്സ് ഫോർ ലീതൽ ഡോസ് ആൻഡ് ദ LD50 ഈസ് ദ എമൗണ്ട് ഓഫ് എ മെറ്റീരിയൽ ഗിവൺ ഓൾ അറ്റ് വൺസ് വിച്ച് കോസസ് ദ ഡെത്ത് ഓഫ് 50% ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ് ആനിമൽസ്. അപ്പോൾ ഒരു ടെസ്റ്റ് ആനിമൽസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ് ആനിമൽസ് ഉണ്ട്, അതിൽ 50% അല്ലെങ്കിൽ 1/2 ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഡെത്ത് ആനിമലിനെ കില്ല് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഡോസിനെയാണ് നമ്മൾ എന്ത് പറയുക LD50 എന്ന് പറയുക. LD സ്റ്റാൻഡ്സ് ഫോർ ലീതൽ ഡോസ് ആൻഡ് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എ മെറ്റീരിയൽ ഗിവൺ ഓൾ അറ്റ് വൺസ്, എല്ലാവർക്കും ഒരൊറ്റ ഡോസ് കൊടുക്കുന്ന സമയത്ത് വിച്ച് കോസസ് ഡെത്ത് ഓഫ് 50% ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ് ആനിമൽ. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസിലെ 50% ഓഫ് പോപ്പുലേഷനെ കില്ല് ചെയ്യാൻ വേണ്ട അളവിനെയാണ് നമ്മൾ LD50 എന്ന് പറയുന്നത്. സോ ദ LD50 ഈസ് വൺ വേ ടു മെഷർ ദ ഷോർട്ട് ടേം പോയിസണിങ് പൊട്ടൻഷ്യൽ ഓഫ് എ മെറ്റീരിയൽ. LD50 എന്താണ്? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഷോർട്ട് ടേം പോയിസണിങ് പൊട്ടൻഷ്യൽ ഓർ ദ അക്യൂട്ട് ടോക്സിസിറ്റി ഓഫ് എ മെറ്റീരിയൽ. Toxicologists can use many kinds of animals, but most often testing is done with rat and mice. അപ്പോൾ ടോക്സിക്കോളജിസ്റ്റ് ഒരുപാട് ആനിമൽസിനെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റുകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് നടത്തുന്നത് ആരിലാണ്? റാറ്റിലും മൈസിലുമാണ്. ഇറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് ദ എമൗണ്ട് ഓഫ് കെമിക്കൽ അഡ്മിനിസ്ട്രേഡ് പെർ 100 gram. ഇതിൻ്റെ അളവ് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് എങ്ങനെയാണ്? എമൗണ്ട് ഓഫ് കെമിക്കൽ അഡ്മിനിസ്ട്രേഡ് പെർ 100 gram, അതായത് മില്ലിഗ്രാമിലാണ് പറയുന്നത്. ഫോർ സ്മോളസ്റ്റ് ആനിമൽസ് നമ്മൾ മില്ലിഗ്രാമിലാണ് പറയുന്നത്. ഓർ പെർ കിലോഗ്രാം, ബിഗ്ഗസ്റ്റ് ആനിമൽസ് നമ്മൾ കിലോഗ്രാമിൽ പറയാറുണ്ട്. ഓഫ് ബോഡി വെയ്റ്റ് ഓഫ് ദ ടെസ്റ്റ് ആനിമൽസ്,
അപ്പോൾ ടെസ്റ്റ് ആനിമൽസിൻ്റെ ബോഡി വെയ്റ്റിനനുസരിച്ച് നമ്മൾ 100 ഗ്രാമിലും കിലോഗ്രാമിലും ഒക്കെ നമ്മൾ എന്ത് പറയാറുണ്ട്, ഇതിൻ്റെ ഡോസ് നമ്മൾ പറയാറുണ്ട്. The LD50 can be found for any route of entry or administration, but dermal and oral administration methods are common. അപ്പോൾ LD50 നമ്മൾ ഏത് റൂട്ടിലൂടെ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ട്, കുത്തിവെക്കാറുണ്ട്. പക്ഷേ സാധാരണയായിട്ട് കോമൺ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dermal application, that is applied to the skin, and oral application, that is applied to the mouth. അപ്പോൾ സ്കിന്നിലൂടെയും മൗത്തിലൂടെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഈ LD50 മെത്തേഡിൻ്റെ ഡോസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ റൂട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. So thank you for watching this video. If you like this video, please share and subscribe.